സ്ത്രീലമ്പടനായ നെഹ്റു ഞാൻ പറയുന്നതല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഘപരിവാറുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില ചിത്രങ്ങൾ കാണിക്കാം. ചിത്രം 1. ഈ ചിത്രത്തിൽ നെഹ്റുവിന്റെ കവിളിൽ ഉമ്മ വയ്ക്കുന്ന സ്ത്രീയുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നാണ്. നെഹ്റുവിന്റെ സഹോദരിയാണ്. 1949 അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ തന്റെ സഹോദരനായ നെഹ്റുവിനെ സ്വീകരിക്കുന്നതാണ് ഈ ചിത്രം. ചിത്രം 2. ഈ ചിത്രത്തിലുള്ളതും നെഹ്റുവും അദ്ദേഹത്തിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റുമാണ്. റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന തന്റെ സഹോദരിയെ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ വെച്ച് നെഹ്റു സ്വീകരിക്കുന്നതാണ് ഈ ചിത്രം. ചിത്രം 3. 1962 അമേരിക്കൻ പ്രഥമ വനിതയായിരുന്ന ജാക്വലിൻ കെന്നഡി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നെഹ്റു അവരെ തിലകം ചാർത്തി സ്വീകരിക്കുന്നതാണ് ഈ ചിത്രം. ചിത്രം 4. 1955 ലണ്ടൻ വിമാനത്താവളത്തിലെത്തിയ നെഹ്റുവിനെ തന്റെ സഹോദരിയുടെ മകളായ, അതായത് വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ മകളായ നയൻതാര സെഹ്ഗാൾ ചുംബിക്കുന്നതാണ് ഈ ചിത്രം. വിജയലക്ഷ്മി പണ്ഡിറ്റിനെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ചിത്രം 5. ഒരു പൊതുസ്ഥലത്ത് വെച്ച് എഡ്വിന മൗണ്ട് ബാറ്റനുമായി നെഹ്റു സൗഹൃദം പങ്കുവെക്കുന്നതാണ് ഈ ചിത്രം. ചിത്രം 6. 1948 ഡൽഹിയിൽ നടന്ന ഒരു നൃത്ത പ്രകടനത്തിന് ശേഷം മൃണാളിനി സാരാഭായിയെ നെഹ്റു അഭിനന്ദിക്കുന്നതാണ് ഈ ചിത്രം. ഈ ചിത്രത്തെക്കുറിച്ച് മൃണാളിനി സാരാഭായി തന്നെ പറഞ്ഞത്, അക്കാലത്ത് കഥകളിക്ക് വലിയ അംഗീകാരമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും ഡൽഹിയിൽ. എന്നാൽ ജവഹർജി എന്റെ പ്രകടനം കാണാനെത്തുകയും അതിനുശേഷം എന്നെ നേരിൽ കണ്ട് കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ചിത്രവുമുണ്ട്. മൃണാളിനി സാരാഭായി പറഞ്ഞ ആ ചിത്രമാണ് ഈ ചിത്രം. എല്ലാ കാലത്തും സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ ഒരു മതേതര രാജ്യമാക്കി നിലനിർത്തിയതിന്റെ കലിപ്പ് തീർക്കാൻ നെഹ്റുവിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപുത്രരോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: ലേശം ഉളുപ്പ്.